എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്തുതിയും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഒരു ചിന്ത നമുക്കൊന്നിച്ച് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. യൂദയുടെ പുസ്തകം 24-ാമത്തെ വാക്യം. യൂദയുടെ പുസ്തകം 24-ാമത്തെ തിരുവചനം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യൂദയുടെ പുസ്തകം 24-ാമത്തെ വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തി ഉള്ളവൻ മതി. യൂദയുടെ പുസ്തകം 24-ാമത്തെ വാക്യമാണ് വായിച്ചു കേട്ട വേദഭാഗം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഒന്നാമത്തെ പദം വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തി. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയെയും അധികാരത്തെയും കുറിച്ചാണ് ഈ പകലിൽ നാം ചിന്തിക്കുന്നത്. കർത്താവിന്റെ ശക്തിയും അധികാരവും തിരുവചനം ഉടനീളം വായിക്കുമ്പോൾ പല വേദഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുതൽ ഇങ്ങോട്ട് പലയിടങ്ങളിലും ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ച് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നാം വായിച്ച യൂദയുടെ പുസ്തകത്തിനകത്ത് വ്യക്തമായും പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവർ. ഇന്ന് പകലിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്ന ആദ്യത്തെ ദൂത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. വീഴാതെ വണ്ണം ഇവിടെ പറയുന്നത് കൃപയിൽ നിന്നും അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവിക പ്രമാണങ്ങളിൽ നിന്നും വീഴാതെ വണ്ണമുള്ള സൂക്ഷിപ്പിനെ കുറിച്ചാണ് ഈ വായിച്ച വേദഭാഗത്തിനകത്ത് പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഭക്തൻ പറയുന്നു, വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയെങ്കിലും വീണുപോയില്ല, നിലംപരിചയായി പോകില്ല, യഹോവയുടെ കൈ എന്നെ താങ്ങി. നമുക്ക് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാ, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. വീഴ്ത്തുവാൻ അനേകർ നോക്കുമ്പോൾ വീഴാതെ വണ്ണം നിന്നെ നിർത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. അവൻ വീഴ്ത്തുവാൻ, കൃപയിൽ നിന്നും വീഴ്ത്തിക്കളവാൻ, അവൻ വിശുദ്ധിയിൽ നിന്നും വീഴ്ത്തിക്കളവാൻ, അവൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ ശത്രു അവൻ നോക്കുമ്പോൾ അതിന്റെ നടുവിലും നിന്നെ വീഴാതെ നിർത്തുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. വീഴാതെ വണ്ണം നിർത്തുന്ന ദൈവശക്തിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. വീഴാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്ന ദൈവശക്തി. അപ്പൊ കർത്താവിന്റെ ശക്തി വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് പരീക്ഷകനായ പിശാച് അടുത്തു വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, നീ എടുത്ത് താഴേക്ക് ചാടുക. അടുത്ത പദം ആമേൻ പിശാച് പറയുകയാണ്, കാൽ കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ തക്കവണ്ണം അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. പറഞ്ഞാൽ നീ എടുത്ത് ചാടിക്കോ, വീണുപോകേ ഇല്ല എന്നുള്ളതാണ്. ആമേൻ സ്തോത്രം. വീഴാതെ വണ്ണം നിന്നെ നിർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്. ഇന്ന് പകലിൽ അവൻ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാ. ആമേൻ 2024 ആണ്ടിന്റെ ആദ്യ നാൾ മുതൽ ഈ നാൾ വരെ ആമേൻ അനേകർ വീണുപോയപ്പോൾ, അനേകർ പട്ടുപോയപ്പോൾ വീഴാതെ വണ്ണം നിന്നെ നിർത്തിയ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും സ്തോത്രം ചെയ്താലും മതി വരികയില്ല. സാഹചര്യങ്ങൾ മാറിയും തിരിഞ്ഞും വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, രോഗങ്ങൾ മാറിയും തിരിഞ്ഞും വന്നപ്പോൾ വീണുപോകേണ്ട സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല വീഴാഞ്ഞത്. വീണുപോകുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ട് അവിടെയൊന്നും വീണുപോകാതെ വേണം നിർത്തിയ ദൈവകൃപയെ ഓർത്ത് ഇന്ന് പകൽക്കാലം സ്തുതിക്കേണ്ടത് അനിവാര്യമാണ്. വീഴാതെ വേണം സൂക്ഷിക്കാൻ മനുഷ്യന് കഴിയത്തില്ല. വീഴ്ത്തുവാൻ നോക്കുന്നവരുടെ നടുവിലാണ് വീഴാതെ വേണം സൂക്ഷിക്കുന്ന ഒരു ദൈവശക്തി ഉള്ളത്. വീഴ്ത്തുവാൻ നോക്കുന്ന, തള്ളിയിടുവാൻ നോക്കുന്നവരുടെ നടുവിലാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ നിന്നെ ബലത്തോടെ നിർത്തുന്ന ഒരു ദൈവശക്തി ഉള്ളത്. ദാനിയേലിനെതിരെ ദേഹതിരുത്തിയെതിരെ എന്ന് അറിഞ്ഞിട്ടും താൻ ദിവസവും ചെയ്തു വരുന്നത് പോലെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ തന്റെ പ്രാർത്ഥന കണ്ടുകൊണ്ടിരുന്ന ചിലർ ദാനിയേലിന്റെ രാജാവിൻ നെബൂഖദ്നേസറിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, നിന്റെ കൽപ്പന ഒരുവൻ ലംഘിച്ചു, വീഴ്ത്തിക്കളവാൻ ശത്രു ഒറ്റയാരെ വിട്ട് പലതും നോക്കുമ്പോഴും
വീണുപോകാതിരുന്നത് അവൻ ദൈവത്തിന്റെ കൃപയാണ്. ആമേൻ, ഹല്ലേലൂയ. ദാനിയേലേ, പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നിന്നെ വീഴ്ത്തുവാനാണ് ഈ കെണി. പക്ഷെ സ്വർഗത്തിന് ദാനിയേലിനോട് പറയാൻ ഒരു ദൂതുണ്ട്. നീ ഇതിനകത്ത് വീണുപോകത്തില്ല, നീ ഇതിനകത്ത് വീണുപോകത്തില്ല. അതിനു മുമ്പ് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നിന്നെ വിടുവിക്കും. ഇന്ന് പകലിലും ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുക. ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് ചില പ്രശ്നങ്ങൾക്കകത്ത് നിന്ന് പകലിൽ നിനക്കൊരു പരിഹാരം ഉണ്ടാകുക. ആമേൻ. ചില വിടുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുക. ആമേൻ. ചില പേപ്പറുകൾ റെഡിയാകാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിച്ചാണ് കർത്താവിന്റെ മഹത്വം നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ചലിക്കപ്പെടാൻ പോകുന്നു. സ്തോത്രം. വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ശക്തി. എന്നേക്കുമായി ദാനിയേലിനെ തുടച്ചു മാറ്റുവാൻ, അവനെ വീഴ്ത്തുവാൻ വെച്ച കെണി, വീഴ്ത്തുവാൻ ശത്രു കെണി ഒരുക്കി വെച്ചപ്പോഴും വീണുപോകാതെ വണ്ണം സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് സുഖകരമായി കിടന്നുറങ്ങി. തള്ളിയിട്ടവൻ ഉറക്കം വന്നില്ലെങ്കിലും അകത്ത് കിടന്നവൻ നന്നായി ഉറങ്ങി. കാരണം വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയതാണ്. പക്ഷെ വീണു പോകാതെ വണ്ണം അവനെ സൂക്ഷിച്ച ഒരു കരമുണ്ട്. ഇന്ന് പകൽ മറന്നു പോകരുത്. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നാം വീണു പോകേണ്ട പല അവസ്ഥകളിലും വീണു പോകാതെ വണ്ണം കൃപയാൽ നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ഭവനത്തിലുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ആമേൻ, നമ്മുടെ ചർച്ചക്കാർ, ആമേൻ, സ്തുതം, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ തലമുറകൾ വീണു പോകേണ്ട പല അവസ്ഥകൾ വന്നപ്പോഴും വീണു പോകാതെ വണ്ണം കൃപയാൽ ആമേൻ നമ്മെയും നമ്മുടെ കുടുംബത്തെയും പരിപാലിച്ച ദൈവത്തിന് ഇന്ന് പകൽക്കാലം നന്ദി പറവാൻ തയ്യാറാകണം. അപ്പൊ വീഴ്ത്തുവാൻ ശത്രു നോക്കും. ആരെയാണ് വീഴ്ത്തുവാൻ ശത്രു നോക്കുന്നത്? ആമേൻ, ലോകരെ വീഴ്ത്തുവാൻ നോക്കത്തില്ല. കൃപയിലുള്ളവനെ വീഴ്ത്താനേ ശത്രുവിന് ഇഷ്ടമുള്ളൂ. അഭിഷേകമുള്ളവനെ വീഴ്ത്താനേ ശത്രുവിന് താല്പര്യമുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ വീഴ്ത്താനേ ശത്രുവിന് താല്പര്യമുള്ളൂ. പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നിന്നെ വീഴ്ത്താൻ ശത്രു നോക്കും, പക്ഷെ നീ വീണ്ടു പോകത്തില്ല. നിന്റെ പ്രാർത്ഥന അതിനെ ജയിച്ചിരിക്കും. ഇന്ന് പകൽ ചിലരോടുള്ള ദൂതാണ്. ആമേൻ, നിന്റെ ആരാധന ആമേൻ ചിലതിനെ ജയിക്കാൻ പോകുക. നിന്റെ പ്രാർത്ഥന ചിലതിനെ ജയിക്കാൻ പോകുക. ഉപവാസത്തിന്റെ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇന്ന് പകൽ ചിലതിനെ ജയിക്കാൻ പോകുക. ആമേൻ, നിന്നെ വീഴ്ത്തിക്കളയും, തളർത്തിക്കളയും, ആമേൻ, ഹല്ലേലൂയ, ഒടുക്കിക്കളയുമെന്ന് വാദിച്ച ചില വാദഗതികളെ പൊളിച്ചുകൊണ്ട് നീ ഇന്ന് പകൽ ചിലതിന്റെ മേൽ ജയമെടുക്കാൻ പോകുക. ഹല്ലേലൂയ. വീഴ്ത്തുവാൻ ഒരു ശത്രു ഉള്ളപ്പോൾ അതിന്റെ നടുവിൽ നിന്റെ പ്രാർത്ഥന പരാജയപ്പെടത്തില്ല, നിന്റെ ആരാധന പരാജയപ്പെടത്തില്ല. ആരാ പറഞ്ഞത് നീ ഒരു പരാജയമാണെന്ന്? ഇല്ല ഇല്ല ഇല്ല, നീ ഒരു പരാജയമാകത്തില്ല. നിന്നെ പരാജയപ്പെടുത്താൻ ശത്രുവിന് കഴിയത്തില്ല. അതിനപ്പുറമായ ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ സ്വർഗം ചിലത് ചെയ്തു തരാൻ പോകുക. വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. യൂദയുടെ പുസ്തകം 24 വാക്യത്തിൽ നാം വായിച്ചതാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അതിന്റെ മഹിമാസനത്തിൽ കലങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ നിർത്തുവാൻ. അപ്പൊ നമ്മുടെ കഴിവും പുകഴ്ചയും ഒന്നുമല്ല നാം വീണു പോകാതിരിക്കുന്നത്. ദൈവത്തിന്റെ ദയ ഒന്നു മാത്രമാണ്. വീഴാതെ വണ്ണം നാം നമ്മെ സൂക്ഷിച്ചത് കൊണ്ടല്ല, വീഴാതെ വണ്ണം ദൈവത്തിന്റെ ശക്തിയാണ് നമ്മെ സൂക്ഷിച്ചത്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പൊ വീഴാതെ വണ്ണം കൃപയോടെ നിന്നത് നമ്മുടെ കഴിവും വിശുദ്ധിയും കൊണ്ടുമല്ല, മറിച്ച് ദൈവം നമ്മെ സൂക്ഷിച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ സൂക്ഷിപ്പില്ലെങ്കിൽ ആമേൻ, സ്തോത്രം, പരാജയപ്പെട്ടു തകർന്നു പോകും. എന്നാൽ വീഴാതെ വണ്ണം സൂക്ഷിച്ച ദൈവകരത്തിനായി നന്ദി പറയാം. ക്രിസ്തുവിന്റെ ശക്തിയെയും അധികാരത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ യെശയ്യാവ് 63 ഭാവിയെ രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ അധികാരത്തെ കുറിച്ച് പറയുക. മത്തായിയിൽ പാപം മോചിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുക. യോഹന്നാനിൽ നിത്യജീവൻ നൽകുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുക. പ്രവർത്തികളുടെ പുസ്തകത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ക്രിസ്തുവിനെ കുറിച്ച് പറയുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ജീവന്റെ മേൽ അധികാരമുള്ള ക്രിസ്തുവിനെ കുറിച്ച് പറയുക. പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കുറിച്ച് റോമാലേഖനം പ്രതിപാദിക്കുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ.
വിടുതലിന്റെ ശക്തി വെളിപ്പെടുത്തുന്ന ദാനിയേലിന്റെ പുസ്തകത്തിൽ അവൻ വിടുതലിന്റെ ശക്തി അവൻ വെളിപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിരവധിയായ വാക്യങ്ങളും അനവധിയായ അധ്യായങ്ങളുമുണ്ട്. ക്രിസ്തുവിന്റെ ശക്തിയും അധികാരം ഒരു മനുഷ്യനെ അളക്കാൻ പറ്റത്തില്ല. നിന്റെ അളവുകോലിന് അപ്പുറമാണ്. കാരണം നിന്റെ ബുദ്ധിക്കും നിലവുകൾക്കും അപ്പുറമായി ചെയ്തു തരാൻ കഴിയുന്ന അവൻ പരിധികളും പരിമിതികളും ഇല്ലാത്ത ഏക സത്യ നിത്യ ദൈവമായ ക്രിസ്തുവിനെ ആരാധിപ്പാൻ ഇന്ന് പകൽ ഭാഗ്യം ലഭിച്ചതോർത്ത് ഒന്ന് സ്തുതിച്ചാട്ടെ. അവൻ വീഴാതെ വേണം മഹിമാസന്നിധിയിൽ നിന്നെ നിർത്തുക. ഒരു ദൈവത്തിന്റെ ശക്തിക്കായി എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുക. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. ഒന്ന്, വീഴാതെ വണ്ണത്തിനെ സൂക്ഷിക്കുന്ന ശക്തി. എബ്രായ ലേഖനകർത്താവ് പറയുക പൂർണ്ണമായും രക്ഷിക്കുന്ന ശക്തി. കണ്ടോ, താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ സദാ ജീവിക്കുന്നവരാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഈ ഉപവാസത്തിന്റെ പ്രാരംഭ ദിവസം കർത്താവ് ചിലരോട് ദൂത് പറയുക, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കകത്തു നിന്നും നിനക്കൊരു വിടുതൽ ഉണ്ട് എന്നല്ല, നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്തുനിന്ന് നിനക്കൊരു മറുപടി ഉണ്ട് എന്നുള്ളതല്ല, മറിച്ച് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്തു നിന്നും പൂർണ്ണമായൊരു വിടുതൽ നിനക്കുണ്ടെന്നാണ് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നത്. പൂർണ്ണമായും നിന്നെ രക്ഷിക്കുന്ന ദൈവശക്തി. കേട്ടോ, പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവശക്തി. അപ്പം നീ വീഴാതെ വേണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തി, പൂർണ്ണമായും നിന്നെ രക്ഷിക്കുന്ന അവൻ ദൈവശക്തി. പൂർണ്ണമായും നിനക്കൊരു രക്ഷ നൽകാൻ പോകുക. പൂർണ്ണമായും അവൻ പ്രതിസന്ധിക്കകത്ത് നിന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിനകത്തു നിന്ന് പൂർണ്ണമായും നിനക്കൊരു രക്ഷ നൽകാൻ പോകുക. എബ്രായ ബാലന്മാർ ചൂളയുടെ അവൻ ചൂട് കൂട്ടിയപ്പോഴും അവർ ഭയപ്പെട്ടില്ല. ഈ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും ഈ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ സേവിപ്പാൻ ഞങ്ങൾ തയ്യാറല്ല. അവരെടുത്ത തീരുമാനത്തിന്റെ മുമ്പിൽ അവർ അടിയുറച്ചു നിന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുക. അവൻ ദൈവരാജ്യത്തിന് ദൈവനാമത്തിന് വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ഉറപ്പുള്ളവരായിത്തീരുക. അടുത്ത പദം ഹല്ലേലൂയ. അവർ ഉറപ്പുള്ളവരായിത്തീരുന്നു. പ്രതിസന്ധി വന്നോട്ടെ, പ്രതികൂലം വന്നോട്ടെ, ഞങ്ങളെ ഇളക്കുവാൻ സാധ്യമല്ല. കാരണം എന്താ? അവൻ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് ഒരു ഭക്തന്റെ അകത്ത് കയറിയ തീച്ചൂളയെ നിനക്ക് സ്ഥാനമില്ല, നിനക്ക് സ്ഥാനമില്ല, നിന്റെ കൽപ്പനകൾക്ക് സ്ഥാനമില്ല. ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളെ ജയിക്കണമോ, പ്രതികൂലങ്ങളെ ജയിക്കണമോ, ഒറ്റ കാര്യം, അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നു എന്ന വെളിപ്പാട് അകത്ത് കയറട്ടെ. കണ്ടോ, ആമേൻ. പ്രായവാലന്മാരോട് ചോദിച്ചേ, ആമേൻ, സ്തോത്രം, എന്താ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നത്? ഒരു വെളിപ്പാട് അകത്ത് കത്തി. എന്താ വെളിപ്പാട്? വെളിപ്പാട് ഇത്രയേ ഉള്ളൂ, അവൻ എന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവമാ. ദാനിയേലേ, എന്താ അവൻ കൽപ്പന രേഖ തിരുത്തി എഴുതിയെന്നറിഞ്ഞിട്ട് നീ വീണ്ടും കിളിവാതിൽ തുറന്നിടുന്നത്? അവൻ പറയും, എന്റെ ദൈവം എന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവമോ. ഇന്ന് പകൽ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, മാനുഷികമായ ദൃഷ്ടിയിൽ നിനക്കൊരു വിടുതലില്ലായിരിക്കാം, മാനുഷികമായ ദൃഷ്ടിയിൽ നിനക്കൊരു ദൈവപ്രവൃത്തി ഇല്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, ഇല്ല ഇല്ല, അവൻ നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണെന്ന്. ഹല്ലേലൂയ. പൂർണ്ണമായും അവൻ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനാണെന്ന് മറന്നു പോകരുത്. അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, അവൻ നിന്റെ ആശ്രയമാണ്. അവൻ പാട്ടുകാരൻ പാടിയതുപോലെ, ലോകത്തിൽ ഒരുപാട് ആശ്രയങ്ങളില്ല, ലോകത്തിൽ ഏക ആശ്രയം അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരേ ഒരു ദൈവം. നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളിലും ആമേൻ ഒന്നും പ്രസാദിക്കാത്ത, അതിലൊന്നും വിടുതലുണ്ടാകാൻ നിൽക്കുമ്പോൾ പൂർണ്ണമായും നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്, പൂർണ്ണമായും അവൻ നിന്നെ രക്ഷിപ്പാൻ തയ്യാറാണ്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? പൂർണ്ണമായും
അവൻ എന്നെ രക്ഷിക്കും. അതെ, പൂർണ്ണമായും അവൻ നിന്നെ രക്ഷിക്കും. ശത്രു നിന്നെ നോക്കി എന്തു പറയുന്നു എന്നുള്ളതിലല്ല, അകത്തൊരു വെളിപ്പാട് കയറിയാൽ അവൻ നിന്നെ രക്ഷിപ്പാൻ ആമൻ ശക്തനാ. പത്മോസിൽ കിടക്കുമ്പോ യോഹന്നാനെ ആമൻ ഹല്ലേലൂയ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. ഞാൻ സേവിക്കുന്നവൻ എന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തിയുള്ളവനാ. ഹല്ലേലൂയ. കടലേത് കരയേത് പകലേത് ആമൻ സ്തോത്രം രാത്രി ഏതെന്നറിയാതെ അകത്തളങ്ങൾ അകപ്പെട്ട ആമൻ സ്തോത്രം ഹല്ലേലൂയ പൗലോസേ പ്രതീക്ഷയുണ്ടോ? ഉണ്ട്. അവൻ എന്നെ പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ആരുടെ അകത്തുള്ള കത്തുന്നത്? അവൻ എന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവം. അവൻ എന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവം. അതെ, അവൻ പകുതി രക്ഷിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, അവൻ അല്പം സമാധാനം നൽകുന്ന ദൈവത്തെ കുറിച്ചല്ല, അല്പം സ്വസ്ഥത നൽകുന്ന ദൈവത്തെ കുറിച്ചല്ല, പൂർണ്ണ വിടുതൽ നൽകുന്ന ദൈവത്തെ കുറിച്ചാ ഇന്ന് പകൽക്കാരുടെ പ്രതിപാദിക്കുന്നത്. ഹല്ലേലൂയ. ഭക്തന്മാർ കടന്നുപോയ തീച്ചൂളകൾ വളരെ ശക്തിയുള്ളതാണ്. എന്നാൽ ആ തീച്ചൂളയുടെ നടുവിൽ അവർക്കറിയാം, എന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, എന്നെ പൂർണ്ണമായി രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. യേശുവിന്റെ ഒരു ഉപമ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകളാൽ നിറയപ്പെട്ട അധ്യായമാണ്. എടുക്കണ്ട. ഒന്നാമത്തെ ഉപമ, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ. രണ്ടാമത്തെ ഉപമ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, ഒന്ന് കാണാതെ പോയാൽ. മൂന്നാമത്തെ ഉപമ, ഒരപ്പന് 2 മക്കൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ. 3 നഷ്ടങ്ങളുടെ കണക്കുകളാണ്. എന്നാൽ 3 സ്ഥലത്ത് വെച്ച് നഷ്ടപ്പെടുന്നത്. ആമേൻ ഹല്ലേലൂയ. ഒന്ന് മരുഭൂമിയിൽ വെച്ച്, ഒന്ന് വീടിനകത്ത് വെച്ച്, ഒന്ന് പട്ടണത്തിൽ വെച്ച്. അപ്പൊ നഷ്ടങ്ങൾ 3 മൂന്നിടത്താ. ആമേൻ ഹല്ലേലൂയ. നഷ്ടങ്ങൾ 3 മൂന്നിടത്താണെങ്കിലും അവസാനം ആമേൻ ആമേൻ ലേഖന ആമേൻ ആമേൻ സുവിശേഷ കർത്താവ് എഴുതി തീർത്തു. എന്താ എഴുതി തീർത്തത്? നഷ്ടപ്പെട്ടതിനെ ദൈവം എനിക്ക് മടക്കി തന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആദ്യത്തെ ഉപമ, അവൻ ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരുവൻ നഷ്ടപ്പെട്ടു പോയാൽ ആ ഉപമയുടെ അവസാനം എഴുതുക, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ അവൻ വന്നത്. അതെ, കാണാതെ പോയതിനെ കണ്ടുകിട്ടിയത് കൊണ്ട് അവൻ എന്നെ ചുമലിൽ എടുത്തുകൊണ്ട് അവൻ ഇടയൻ നടക്കും. പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, അവൻ 100 ആട് മേഞ്ഞു നടക്കുമ്പോൾ അവൻ സ്തോത്രം ഒരാട് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയ ആടിന്റെ ചിന്ത, ഇനി എനിക്കൊരു രക്ഷയില്ല, ഇനി എനിക്കൊരു വിടുതലില്ല, ഇനി എന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഇല്ല, ഇനിയും ഇങ്ങനെ പോയി അവൻ കുറെ നാളുകൾ കഴിയുമ്പോൾ ഞാൻ മരണപ്പെടും, ഇനി എന്റെ ജീവിതാവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മരുഭൂമിയും മുള്ളുകളും കാട്ടുവള്ളികളും അവനോട് പറഞ്ഞു, നിനക്കൊരു വിടുതലില്ല. എന്നാൽ അവൻ സ്തോത്രം ഹല്ലേലൂയ, ആടിന് പറയാനൊരു ദൂതുണ്ട്, അല്ലെങ്കിൽ ഇടയന് പറയാനൊരു ദൂതുണ്ട്. ആടേ, നീ എവിടെ കടന്നാലും നിന്നെ തേടി ഞാൻ വന്നിരിക്കും. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിന്നെ പൂർണ്ണമായി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. കണ്ടുകിട്ടി ആടിനെ എടുത്ത് ചുമൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആടിന് പറയാൻ ഒരു ദൂതുണ്ട്. അതെ, എന്റെ പ്രിയൻ, അവൻ എന്റെ കർത്താവ്, അവൻ ഹല്ലേലൂയ, അവൻ കാണാതെ പോകുന്നവനല്ല, മറിച്ച് എന്നെ കണ്ടെത്തുന്നത് വരെ എന്റെ അടുത്ത് വന്ന് എന്നെ അന്വേഷിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ എന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന, എനിക്ക് പൂർണ്ണമായും വിടുതൽ നൽകുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ പൂർണ്ണമായും രക്ഷിക്കുന്ന ദൈവമാണ്. മറന്നു പോകരുത്. പ്രതിസന്ധികൾ വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നോട്ടെ, പൂർണ്ണമായും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്കുണ്ട് എന്നുള്ള നിന്റെ അകത്തെ വെളിപ്പാടാണ് പ്രതിസന്ധികളുടെ നടുവിലും ജയകരമായി ജീവിപ്പാൻ നിനക്ക് കൃപ തരുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ഹല്ലേലൂയ. അവസാനത്തെ പദം, നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പം ദൈവത്തിന്റെ ശക്തി
വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ശക്തി മാത്രമല്ല, സ്തോത്രം, പൂർണ്ണമായും നിന്നെ രക്ഷിക്കുന്ന ശക്തി മാത്രമല്ല. ഇവിടെ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, 9:8, 2 കൊരിന്ത്യർ 9:8 പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. സമ്പത്ത് പെരുകണമെന്നല്ല, വണ്ടി പെരുകണമെന്നല്ല, വീട് പെരുകണമെന്നല്ല, ഉള്ളതെല്ലാം വർദ്ധിച്ചു വരട്ടെന്നല്ല. പൗലോസ് പറയുകയാണ്, ആമേൻ, കള്ളനും സ്തോത്രം തുരുമ്പും തുരന്ന് മോഷ്ടിക്കുന്ന സ്തോത്രം ഭൂമിയിലെ നിക്ഷേപത്തെക്കാൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ നിക്ഷേപം എത്രയോ നല്ലതാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഭൗതികമായത് വർദ്ധിക്കുമെന്നല്ല, ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വർദ്ധിക്കുമെന്നല്ല, മറിച്ച് നിങ്ങളെ നിത്യതയോളം എത്തിക്കാൻ കഴിവുള്ളത് നിങ്ങളിൽ വർദ്ധിച്ചു വരുമെന്ന്. എന്ത്? നിങ്ങൾ സകല കൃപയും പെരുകി വരുമാറ് ദൈവം ശക്തൻ. ഇന്നു പകൽ കൃപ പെരുകട്ടെ, നിങ്ങളുടെ അകത്തുള്ള ദൈവകൃപ പെരുകട്ടെ, നിങ്ങളുടെ അകത്തുള്ള ദൈവകൃപ പെരുകട്ടെ, അഭിഷേകത്തിന്റെ പെരുക്കമുണ്ടാകട്ടെ. ദൈവകൃപയുടെ ഒരു വർധനവ് നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ, ദൈവകൃപ നിങ്ങളുടെ അകത്തു പെരുകട്ടെ. യഹോവ കൃപയും മഹാദയമുള്ളവനത്രേ. കൃപയുള്ളവന്റെ മക്കൾ കൃപയുള്ളവരായി തീരണം. നിങ്ങൾ കൃപയിൽ കുറഞ്ഞു പോകരുത്, നിങ്ങൾ കൃപയിൽ വർദ്ധിച്ചു വരണം. നിങ്ങൾ സമ്പത്തിൽ കുറഞ്ഞു പോയാലും കൃപയിൽ വർദ്ധിക്കണം. നിങ്ങളുടെ ഭവനത്തിലെ ആവശ്യങ്ങളിൽ നിങ്ങൾ കുറഞ്ഞു പോയാലും നിങ്ങൾ കൃപയിൽ വർദ്ധിക്കണം. അതാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ആവശ്യം. കൃപയിൽ വർദ്ധിക്കുന്ന ഒരാളെയാണ് ദൈവത്തിന് ആവശ്യം. കൃപയിൽ വർദ്ധിച്ചു വരിക. ഭൗതികമായ നേട്ടങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും കൃപയിൽ വർദ്ധിച്ചു വരാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്, കൃപ പെരുകട്ടെ. കർത്താവേ, കൃപ പെരുകണമേ. എന്തിനുള്ള കൃപയാ? പ്രാർത്ഥനയുടെ കൃപ, അഭിഷേകത്തിന്റെ കൃപ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കൃപ പെരുകട്ടെ. എന്താ കൃപ? ആമേൻ, ഹല്ലേലൂയ. അർഹിക്കാത്ത ദാനമാണ് കൃപ. ഹല്ലേലൂയ. ആമേൻ, അർഹിക്കാതെ നിനക്ക് ലഭിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം അർഹിക്കാത്തത് നിന്റെ മേൽ പകർന്നെങ്കിൽ അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം, അതിനെ വർദ്ധിപ്പിക്കുന്നവരായി തീരണം. അതാണ് യേശു കർത്താവ് ഒരു ഉപമ പറയുന്നു. ഒരു മനുഷ്യന് 10 താലന്ത് കൊടുത്തു, ഒരു മനുഷ്യന് 5 താലന്ത്, ഒരു മനുഷ്യന് 1 താലന്ത്. 10 കിട്ടിയവൻ 10 കൂടെ വ്യാപാരം ചെയ്തു, 5 കിട്ടിയവൻ 5 കൂടെ വ്യാപാരം ചെയ്തു, 1 കിട്ടിയവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഞാൻ നിങ്ങളോട് പറയാം, വ്യാപാരം ചെയ്താൽ, കൃപ പെരുകിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. 10 കിട്ടിയവൻ 10 ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നില്ല, അവൻ അതിനെ വ്യാപാരം ചെയ്യാൻ തയ്യാറാണ്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തുള്ള കൃപ വർദ്ധിച്ചു വരുവാൻ, നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. പ്രിയരെ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും താങ്ങുന്ന ദൈവം മാത്രമല്ല, ശൂന്യമായ മേഖലകളെ നിറയ്ക്കുന്ന ദൈവം മാത്രമല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ദൈവം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ അകത്ത് കത്തുന്ന കൃപ പെരുകി വരാൻ ദൈവം ശക്തനാണ്. ഈ പകൽ ദൈവാത്മാവ് ആമേൻ, ഹല്ലേലൂയ, ഇടപെടുകയാണ്. നിങ്ങൾ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തൻ. നിങ്ങളുടെ അകത്തുള്ള കൃപ പെരുകി വരട്ടെ. എന്തിനു വേണ്ടിയുള്ള കൃപ? പ്രാർത്ഥനയുടെ കൃപ, ആരാധനയുടെ കൃപ, ദൈവ പ്രവൃത്തിയുടെ കൃപ. അങ്ങനെ നിങ്ങളുടെ അകത്തുള്ള കൃപ പെരുകി വരട്ടെ. 1, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, 1, വീഴാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ശക്തി. 2, ആമേൻ, ഹല്ലേലൂയ, പൂർണ്ണമായും രക്ഷിക്കുന്ന ശക്തി. 3, സകല കൃപയും വർദ്ധിക്കുമാറ് നിന്നെ സഹായിക്കുന്ന ശക്തി. 3-ാമത്തെ തലം, ആമേൻ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 21-ാം വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി
രൂപാന്തരപ്പെടുത്തും. കണ്ടോ? ഫിലിപ്പിയർ 3:21 നാം വായിച്ചത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അടുത്ത പദം സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി. കണ്ടോ? സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി. മറന്നു പോകരുത്, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി. ഇവിടെ പറയുക, ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. കണ്ടോ? അപ്പൊ സകലത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ടാണ് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി. അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് തീയുടെ ബലം കെടുത്തി വാളിന്റെ വൈത്തലയ്ക്ക് തെറ്റിപ്പോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അത് പറയാനുള്ള കാരണം സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഉണ്ട്. മറന്നു പോകരുത്, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി. അതുകൊണ്ട് ആമേൻ, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആ ദൈവശക്തിയിൽ ഇന്ന് പകൽ ആശ്രയിക്കേണ്ടത് അനിവാര്യമാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി. അപ്പം നിന്റെ മുമ്പിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കീഴടങ്ങാത്തത്, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ കീഴടങ്ങാത്ത ഇരുളിന്റെ മണ്ഡലങ്ങൾ, ആമേൻ, നിന്റെ മുമ്പിൽ, നിന്റെ മേൽ പകരപ്പെട്ട ആമേൻ അഭിഷേകത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടു വരുന്ന ഒരാത്മതലം ഇന്ന് പകൽക്കാലം തുറക്കപ്പെടാൻ പോവുക. അപ്പം സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ശക്തി. ഏതാണ് നിന്നെ അടക്കിയിരിക്കുന്നത്? ഏതാണ് നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്? ഏതാണ് നിന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്? അതിനെ പുറത്തു കളയുന്ന വിധത്തിൽ, അതിനെ പുറത്താക്കുന്ന വിധത്തിൽ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി. എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത്? കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ കീഴ്പ്പെടുത്തി. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ അവൻ കീഴ്പ്പെടുത്തി. എങ്ങനെയാണ് കീഴ്പ്പെടുത്തി? ശത്രുവിന്റെ സകല ആയുധത്തെയും വാങ്ങിച്ചു വെപ്പിച്ചു. ശത്രുവിന്റെ തലയെ തകർത്തു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സകലത്തെയും കീഴ്പ്പെടുത്തിയ പ്രദേശം. അപ്പൊ മറന്നു പോകരുത്, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന തന്റെ വ്യാപാര ശക്തി. അപ്പം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ, നിനക്ക് പ്രയാസമുള്ളത്, നിനക്ക് കയറി വരുവാൻ കഴിയാത്ത ആ മേഖലകളിനകത്ത് വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ തകർക്കുവാൻ ആമേൻ സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിക്ക് സാധ്യമാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് മറന്നു പോകരുത്, സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി. ഇന്ന് പകൽക്കാലം നിന്നെ പരാജയപ്പെടുത്തുവാൻ അവൻ നിന്റെ ഭൂമിയോട്, നിന്റെ ഭവനത്തോട്, നിന്റെ തലമുറയോട് വാദിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികളുണ്ട്. എന്നാൽ അതിനെ കീഴ്പ്പെടുത്തുവാൻ, സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്നവന് അതിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ട് എന്നുള്ളത് മറന്ന് പോകരുത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസ് 3:8 നാം വായിച്ചു കേട്ടത്. കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുന്ന ദൈവശക്തി. കേട്ടോ, കല്ലുകളിൽ നിന്ന്
മക്കളെ ഉളവാക്കുന്ന ദൈവശക്തി. അതുകൊണ്ട് മറന്നു പോകരുത്, വീഴ്ചയിൽ നിന്നെ താഴ്ചയിൽ നിന്നെ താങ്ങുന്ന ദൈവശക്തി മാത്രമല്ല, ആമേൻ സ്തോത്രം, നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവശക്തി മാത്രമല്ല, ആമേൻ സകലത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി മാത്രമല്ല, ദേ കല്ലുകളിൽ നിന്ന് മക്കളെ ആമേൻ ഉളവാക്കാൻ കഴിയുന്ന ദൈവശക്തി. അതുകൊണ്ട് മറന്നു പോകരുത്, ആമേൻ നീ ഭാരപ്പെടുന്ന ആ പ്രതിസന്ധി എത്രയോ നിസ്സാരമാണ്. ദൈവത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ദൈവത്തിന് എങ്ങനെ അത്ഭുതം ചെയ്യാൻ പറ്റും. നിന്റെ പ്രതിസന്ധി നിനക്കൊരു വിഷയമാകാം, പക്ഷെ ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവത്തിന് നിനക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാം. അബ്രഹാമിന് വേണ്ടി കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് മകൾ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ഹല്ലേലൂയ. ചിലരോട് ദൈവാത്മാവ് ഇടപെടുകയാണ്, നിങ്ങളുടെ പ്രതിസന്ധി വലുതല്ല, നിങ്ങളുടെ പ്രതിസന്ധി വലുതല്ല, നിങ്ങളുടെ പ്രതിസന്ധി വലുതല്ല, നിങ്ങളുടെ പ്രതിസന്ധി വലുതല്ല. അതിനുമേൽ ജയമെടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി മകൾ വ്യാപരിക്കട്ടെ. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അതെ, അബ്രഹാമിന് വേണ്ടി ചെയ്തു കൊടുപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. മറന്നു പോകരുത്, ദൈവം നിനക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ആമേൻ സാധ്യതകൾ എത്ര പറ്റിയാലും, ആമേൻ ഹല്ലേലൂയ, സാഹചര്യങ്ങൾ എത്ര തന്നെ മോശമായാലും, ആമേൻ സ്തോത്രം, അതിലപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവാത്മാവിന്റെ പരിവർത്തനമുണ്ടെന്ന് പറഞ്ഞാൽ, നിന്റെ ബുദ്ധിക്കപ്പുറമായി, നിന്റെ ചിന്തകൾക്കപ്പുറമായി, നിന്റെ നിലവുകൾക്കപ്പുറമായി പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർക്ക് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുന്ന ദൈവശക്തിക്കായി ദൈവത്തെ സ്തുതിക്കും. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. റോമാലേഖനം 4:21 വായിച്ചു. റോമാലേഖനം 4:21. റോമാലേഖനം 4:21. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചതോ. വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ശക്തി. ഹല്ലേലൂയ. നാം മുമ്പേ ചിന്തിച്ചത് വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ശക്തി, പൂർണ്ണമായി നമ്മെ രക്ഷിക്കുന്ന ശക്തി, സകല കൃപയും വർദ്ധിപ്പിക്കുന്ന ശക്തി, സകലത്തെ കീഴ്പ്പെടുത്തുന്ന ശക്തി, കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കുന്ന ശക്തി. അടുത്ത പദം വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ശക്തി. നിന്റെ വാഗ്ദത്തം അങ്ങ് അകലെയല്ല, നിന്റെ വാഗ്ദത്തം നിന്റെ അടുത്തുണ്ട്. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ഊവ് എന്ന് തന്നെ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനും സിൽവാനോസും തിമത്തിയോസും പ്രസംഗിച്ച നസറേയനായ യേശു ക്രിസ്തു ഒരിക്കൽ ഊവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല, അവന്റെ വായിൽ ഊവ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? അവരിൽ ഊവ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വാഗ്ദത്തം അവൻ നിങ്ങളോട് ചെയ്തെങ്കിൽ, ഒരു വാഗ്ദത്തം അവൻ നിങ്ങളോട് പറഞ്ഞെങ്കിൽ, ആ വാഗ്ദത്തം നിവർത്തിക്കാത്ത ദൈവമല്ല. ആ വാഗ്ദത്തത്തെ നിവർത്തിച്ച് ശത്രുവിന്റെ മുമ്പാകെ മേശയൊരുക്കി പകയ്ക്കുന്നവരെ കണ്ട് ലജ്ജിപ്പിച്ച് ആമേൻ കൂട്ടുകാരിൽ പരമാൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണെന്ന് മറന്നു പോകരുത്. കുഞ്ഞേ, എത്ര തന്നെ വാഗ്ദത്തങ്ങൾ നിനക്കുണ്ടെങ്കിലും അതൊന്നും അസ്തമിച്ചു പോകത്തില്ല, അതൊന്നും നിറവേറാതിരിക്കത്തില്ല. വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ കരുത്തുള്ള ഒരു ദൈവശക്തിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് മറന്നുപോയി. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച. 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു. കേട്ടോ, ഉപനിധി സൂക്ഷിപ്പാൻ
കഴിയാൻ ശക്തിയുള്ള ദൈവം. കണ്ടോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഉപനിധി സൂക്ഷിക്കുവാൻ കഴിയുന്ന ശക്തി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ. പൗലോസ് പറയും, ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ ദിവസം വരെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ എന്റെ ഉപനിധിക്ക് കഴിയും. ഉപനിധി സൂക്ഷിക്കാൻ കഴിയുന്ന ശക്തി മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ ദിവസം വരെ അവൻ എന്റെ ഉപനിധി. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആരെയാ വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ എന്നെ സൂക്ഷിക്കും. കണ്ടോ? നിങ്ങളുടെ അകത്ത് പകരപ്പെട്ട രക്ഷയെ, നിങ്ങളുടെ അകത്തുള്ള ഉപനിധിയെ നിങ്ങൾ പുറത്താക്കുന്നു. പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മം എന്താണത്? എന്താണ് ആ മർമ്മം? മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആ ഉപനിധിയെ നിങ്ങളിൽ നിന്നും എടുത്തു കളയരുത്. ആ ഉപനിധിയെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്, മറന്നു പോകരുത്. കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. ഫെലിസ്ത്യർ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ഫെലിസ്ത്യർ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് മതി. 3:20 നമുക്കറിയാവുന്ന ഒരു വേദഭാഗമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. കണ്ടോ? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി വ്യാപരിക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. കണ്ടോ? ആ ശക്തിയെ കുറിച്ച് അവിടെ പറഞ്ഞ അത്യന്തപരമായി ചെയ്യുന്ന ശക്തിയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും കണ്ട അത്യന്തപരമായി, അതാണ് അപ്പം അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി. നീ ചോദിക്കുന്നതല്ല നിനക്ക് ലഭിക്കുന്നത്, നീ നിലവിളിക്കുന്നതല്ല ലഭിക്കുന്നത്, മറിച്ച് അത്യന്തപരമായി ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായത് ചെയ്യാം, നീ നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറമായത് ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുന്ന പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ദൈവശക്തി, അത്യന്തപരമായി വെളിപ്പെടുന്ന ഒരു ദൈവശക്തി. മറന്നു പോകരുത്. അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തി. അത്യന്തപരമായി എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം മറ്റൊരു ശക്തി ഇല്ല എന്നർത്ഥം, ഇതിനപ്പുറം മറ്റൊന്നില്ല എന്നർത്ഥം. അത്യന്തപരമായി ആമേൻ നമ്മിൽ വ്യാപരിക്കാൻ കഴിയുന്ന ദൈവശക്തി, വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവശക്തി, പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവശക്തി, സകല കൃപയും വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി, സകലത്തെ കീഴ്പ്പെടുത്തുന്ന ദൈവശക്തി, കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ കഴിയുന്ന ദൈവശക്തി, വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കുന്ന ദൈവശക്തി, ഉപനിധിയെ സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവശക്തി, അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്ന ദൈവശക്തി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന
ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുന്നുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ. അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-19 ആമേൻ 17 മുതലുള്ള വാക്യങ്ങളിൽ ആ ഭാഗമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഇവിടെ മറ്റൊരു പദം ആമേൻ ശക്തിയുടെ വലിപ്പത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അളവറ്റ വലിപ്പമാണെങ്കിൽ ഇവിടെ പറയുന്നത് അത്യന്തപരമായി ചെയ്യുന്ന ശക്തിയാണ്. അത്യന്തപരമായി, അവിടെ അളവില്ല, ഇവിടെ അത്യന്തപരമായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് ഇന്ന് പകലിൽ മറന്നു പോകരുത്.